അപ്പൊ ആര് ശാന്തി വളവിനെ വെച്ച് ആരെന്നൊക്കെ കൈയൊക്കെ ചുരുട്ടിയാണ് കാര്യങ്ങൾ പാർട്ടി ബേസിൽ ജയിച്ചില്ലെങ്കിലും അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ട് കംപ്ലീറ്റ് സുരേഷ് ഗോപിക്ക് വീഴുന്നു. സിറ്റി കൂടെ ഈ യൂട്യൂബ് ചാനലുകാരൻ ഈ മരിച്ചിനി കമ്പും പിടിച്ചോണ്ട് നിക്കറിടാതെ ഓടുന്നത് ഇവിടത്തെ മെയിൻ ചാനലുകാർ എടുത്തു കാണിക്കും. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല നടനാണ്, നല്ല നടനായിട്ട് വളർന്നു വന്നിരിക്കുന്നു. നല്ല നടനാണ്, നല്ല വ്യക്തിയാണ്. അതിന്റെ കൂടെ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, ഗണേശൻ സംസ്ഥാന മന്ത്രി. ചാനലുകാരെ മൈക്ക് കാണുമ്പോ ഈ സുരേഷ് ഗോപിയെ 10 ചീത്ത പറഞ്ഞാല് ഈ ഗണേശന് ഉറക്കം വരൂ എന്നുള്ളൊരു കണ്ടീഷനിൽ ഇപ്പൊ വന്ന് എത്തിയിരിക്കുകയാണ്. ഇവർ തങ്ങളിൽ ചിലപ്പോ ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്നുള്ളൊരു തോന്നൽ, ഒരു ഈഗോ ചിലപ്പോ കാണാൻ സാധ്യതയുണ്ട്. എനിക്കറിഞ്ഞു സ്വയം ഞാനാണ് വലിയവൻ, മറ്റവനാണ് ചെറിയവൻ എന്ന് നമുക്ക് സ്വയം തോന്നിയെന്നിരിക്കാം. പക്ഷേ പൊതുജനത്തിന്റെ ഇടയിൽ വലിയവൻ ഇപ്പോഴും സുരേഷ് ഗോപി തന്നെയാണ്. കേന്ദ്രമന്ത്രി ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ സഹായം എത്രയോ പേർക്ക് കിട്ടി. നേരെ മറിച്ച് ഗണേശന്റെ സഹായം ചില വ്യക്തികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനോട്ട് കൂടുതൽ നമ്മൾ പോണ്ട. കാര്യം എന്തറിയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ നാണക്കേടാണ്. അതായത് ഈ ഗണേശൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് പുള്ളി വരചന്ദ്രന്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് SP തൊപ്പി എടുത്ത് കാറിന്റെ ബാക്കിൽ വെച്ചു. അപ്പൊ ഞാൻ ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പിന്നെ കാറിന്റെ ബാക്കില് പിന്നെ തൊപ്പിയെ കണ്ടുള്ളൂ, കണ്ട അലവലാതി പെണ്ണുങ്ങളില്ലല്ലോ. ഗണേശൻ നല്ലൊരു മന്ത്രി, കേരളത്തിലെ ഇപ്പൊ അറിയപ്പെടുന്നൊരു ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. എൻ്റെ ഭാര്യയിൽ എനിക്ക് സംശയമില്ലാത്തടത്തോളം കാലം എന്റെ മോനിൽ സംശയമില്ല, എന്റെ മോനിൽ സംശയമില്ല. ആ തന്ത പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആ അച്ഛന്റെ മനസ്സ് നൊന്തായിരിക്കും പറഞ്ഞത്. അല്ലാതെ കട്ടപ്പുറത്തിരിക്കണ 4 വണ്ടി വീലും വെച്ച് ഉരുട്ടി റോട്ടി ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ മനസ്സിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി എടുക്കാൻ പറ്റൂല. അണ്ണ നോമ്പ് കഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടോ? പിന്നെ കൊള്ളാൻ്റെ ഒരുപാട് സുഹൃത്തുക്കള് ഉണ്ടോ? പിന്നെ അതെങ്ങനെ ഇങ്ങനെ സ്പൂണിട്ട് കുടിക്കോ തള്ള വിരലിട്ട് കറക്കി കുടിക്കോ? ഞാൻ കിട്ടിയ കരിക്ക് കിട്ടിയാൽ വെട്ടി ഞാൻ ഇങ്ങനെ കഴിക്കും. അല്ല, നോമ്പ് കഴിഞ്ഞ് എങ്ങനെ? നോമ്പ് കഴിഞ്ഞ് പാത്രം ചെന്ന് കഴിഞ്ഞാൽ പാത്രത്തോട് എടുത്തില്ലേ. നമ്മൾ എങ്ങനെയാണ് കുടിക്കണത് നമ്മൾ നേരത്തെ റിഹേഴ്സൽ എടുത്തിട്ടല്ല പോകണം. ഗണേശൻ സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിച്ചതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം തള്ള വിരലിട്ട് കറക്കി കുടിക്കണ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വരെ അദ്ദേഹം കഞ്ഞിയെ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പള്ളിയില് കിരീടം വെച്ചല്ല, അതിനെ കുറിച്ച് കുറെ വിമർശനങ്ങൾ. അതൊക്കെ പോട്ടെ, ഒരു മരിച്ചിനി കമ്പില് ഒരു മൊബൈലും കെട്ടിവെച്ച് യൂട്യൂബ് ചാനലെന്നും പറഞ്ഞു വരുന്ന ചില ചാനലുകാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയൊരു യൂട്യൂബ് ഒരു മൊബൈൽ കൊണ്ടുവന്ന് അവൻ അതിനകത്ത് എന്തെങ്കിലും ചെയ്ത് ഒരു യൂട്യൂബ് ആർക്കോണം ഉണ്ടാക്കാം, കള്ളക്കഥകൾ പറഞ്ഞ് വരത്തി അവരെ ഇൻസൾട്ട്, എന്തെങ്കിലും ഒരുത്തൻ്റെ കൂടെ വ്യക്തി വൈരാഗ്യമോ അല്ലെ രാഷ്ട്രീയ പകപോക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് വെച്ച് മുതലാക്കുകയാണ് യൂട്യൂബ് ചാനലിൻ്റെ പതിവ്. അതിനെ നിർത്തലാക്കുക. അത് പോലീസ് തന്നെ ഇടപെടാമല്ലോ, കോടതിയുണ്ട്. പിന്നെ പക്ഷെ ആരും പരാതിപ്പെടുന്നില്ലല്ലോ. പക്ഷെ അത് പാടില്ല. എൻ്റെ അഭിപ്രായത്തില് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യം പോലീസ് ഇടപെട്ടിട്ടോ പിന്നെ കോടതി ഇടപെട്ടിട്ടോ എന്തിന് യൂട്യൂബുകാർ തന്നെ ഇടപെട്ടിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ ഇടപെടണം. നമ്മൾ ഇടപെടണം എങ്ങനെയെന്നറിയാം? നാട്ടുകാർ ഇടപെടണം. നാട്ടുകാരെ എങ്ങനെ ഇടപെടണം എന്നറിയാം? കവളി മടലില്ലേ, കവളി മടല് വെട്ടിയിട്ട് അടി എന്ന് പറഞ്ഞ അടിയുടെ സൗണ്ട് ഉണ്ടല്ലോ, അവന്റെ കുടുംബത്തിൽ കേൾക്കണം. ടബോ ടബോ ടബോന് ഇവൻ നിക്കറിടാതെ ഓടണം. സിറ്റി കൂടെ ഈ യൂട്യൂബ് ചാനലുകാരൻ ഈ മരിച്ചിനി കമ്പും പിടിച്ചോണ്ട് നിക്കറിടാതെ ഓടുന്നത് ഇവിടത്തെ മെയിൻ ചാനലുകാർ എടുത്തു കാണിക്കും. പിന്നെ ഒരുത്തനും ഇതേപോലെ ഈ മരിച്ചിനി കമ്പും കൊണ്ടുവരുന്നത് പോട്ട്, എല്ലാം പോട്ട്. നമ്മൾ ഈ യൂട്യൂബ് ചാനലിന്റെ സംഭവം വന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴും പറയാണ് എല്ലാ യൂട്യൂബ് ചാനലുകാരെയും ഞങ്ങൾ പറഞ്ഞില്ല, ഞാനും ചന്ദ്രണ്ണനും അങ്ങനെ പറയില്ല. ചില വേട്ടാവളിയന്മാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആയിക്കോട്ടെ, ഇനി നമുക്ക് മറ്റേലോട്ട് വരാം.
യൂട്യൂബുകാരൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മാന്യമായ രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ശാന്തിവിള ദിനേശ് ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ചന്ദ്രനെ എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ വേറെ ടോപ്പിക്കിലോട്ട് പോയത്. തള്ളേ ചന്ദ്രണ്ണ, കലിപ്പ് തീരണില്ലല്ലേ? നമ്മളെ ദിനേശ് ചേട്ടനുമായിട്ട് എന്തിനാണ് കലിപ്പ്? കലിപ്പില്ല. അമ്മച്ചിയാണ് ദിനേശ് എന്നെ പറ്റി എന്തോ ഒരു ചാനലിൽ പറഞ്ഞു, അത് യൂട്യൂബ് ചാനലിലാണെന്ന് തോന്നുന്നു. ദിനേശ് ചേട്ടന്റെ ചാനലിലാണ്. ദിനേശ് ചേട്ടന്റെ ചാനലിൽ അങ്ങനെ പറയില്ലല്ലോ. പുള്ളി എല്ലാം അന്തസ്സായിട്ട് യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ ഒരുപാട് വിളിച്ച് പറഞ്ഞു. അത് കണ്ടോ? അത് ഞാൻ കണ്ടു. പറഞ്ഞു ഇവിടെ ഒരു ഓഫീസ് തുറന്നിട്ടും കൊണ്ട് എന്തോ സിനിമ മേഖല എന്നും പറഞ്ഞ് ഇരുന്ന് സിനിമ എടുക്കണം, പിന്നെ വേറെ എന്തോ ഒക്കെ സംസാരിച്ചു. ഒരു വലിയ കുറിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ദിനേശ് സംസാരിച്ചെന്ന് പറയണം. അതിന് പകരമായിട്ട് അണ്ണൻ കട്ടയ്ക്ക് എന്തിനൊക്കെ കണപണമണമണെന്ന് അടിച്ച് അണ്ണ സ്മാൾ അടിക്കും. അണ്ണ സ്മാൾ അടിക്കും. സ്മാൾ അടിക്കില്ലോ. അങ്ങനെ ഒന്നും റെഗുലർ ജ്യൂസ് പിടിച്ചല്ലോ. അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ 2-3 അടിക്കും. അപ്പൊ എനിക്ക് തോന്നിയത് അണ്ണൻ 2 എണ്ണം അടിച്ചിട്ടാണെന്ന് തോന്നണം അന്ന് ആ ഇന്റർവ്യൂ കൊടുത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള രീതിയിൽ അവ ആര് ശാന്തി വളവിനെ വെച്ചാൽ ആരെന്നൊക്കെ കൈയൊക്കെ ചുരുട്ടിയാണ് കാര്യങ്ങൾ ചോദിച്ചത്. തന്നെ അന്ന് നമ്മളൊക്കെ കോടികൾ മുടക്കിയില്ല ഈ സിനിമ മേഖലയിൽ വരുന്നത്. പുള്ളിയും ഒരുപാട് പിന്നെ പാരമ്പര്യമില്ലേ സിനിമയിൽ? അതെനിക്കറിഞ്ഞൂടാ. ഞാനൊക്കെ പുള്ളി പണം മുടക്കി ഞാനെന്ന് പറയാൻ സിനിമ മേഖലയ്ക്കകത്ത് വരുന്നത് ഈ പെട്ടി ചമന്നോ മറ്റുള്ള രീതിയിൽ വന്നതല്ല. അപ്പൊ കോടികൾ മുടക്കിയാണ് ഈ ഇൻഡസ്ട്രീസ് വരുന്നത് സിനിമ മേഖലയിൽ. പിന്നെ ഒന്നാമത് സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങിയാണ് ഈ ഇൻഡസ്ട്രീസ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദിനേശ് ചേട്ടനെ കാണുകയോ വിളിക്കുകയോ അങ്ങനെ 2 കല്യാണത്തിന് കണ്ടു? അല്ലാതെ വിളിക്കാനൊന്നുമില്ല, സംസാരിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഞാനും പുള്ളി പറഞ്ഞല്ല, പരോക്ഷമായിട്ട് ഞാനും പറഞ്ഞു അങ്ങ് തീർന്നു. ഇപ്പൊ പിണറായിയുടെ അടുത്ത് നിന്ന് ഒരു പത്രക്കാരും ധൈര്യമായിട്ട് മൈക്ക് വായിക്കാത്ത കയറ്റി ഒരു കാര്യം പറയാൻ നോക്കൂല. കടക്ക് പുറത്ത് എന്ന് പറയും. വി.ഡി. സതീശന്റെ അടുത്തും ചെന്ന് കാര്യം പറയാൻ പറ്റില്ല, സുരേന്ദ്രന്റെ അടുത്തും ചെന്ന് പറയാൻ പറ്റില്ല. ഈ സുരേഷ് ഗോപിയെ കാണുമ്പോ ഇവര് എന്തിനാണ് ഈ ചൊറിഞ്ഞ് ഇങ്ങനെ മൈക്കും കൊണ്ട് ചെല്ലണം എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചും പിടിയാണ്. സുരേഷ് ഗോപിയെ കാണുമ്പോ എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുകൊടുക്കും. അത് എനിക്ക് തോന്നുന്നത് ഇവര് ഒരു ബിസിനസ് മനോഭാവത്തിൽ കൂടിയാണ് ഈ മീഡിയാസ് ഈ സുരേഷ് ഗോപിയെ കവർ ചെയ്യുന്നത്. കൂടുതൽ പ്രേക്ഷകർ കാണുമെന്നുള്ള ഒരു ബേസിലായിരിക്കും അതുണ്ടാവും. അതായിരിക്കും സുരേഷ് ഗോപി എന്ത് പറയുന്നത് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കും, ഇവ എന്താണ് പറയുന്നത്. അങ്ങനെ പിന്നെ നല്ല കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടല്ലേ തൃശ്ശൂർ പാസ്സായത്. അത് കോൺഗ്രസിന്റെ വോട്ടും കൂടെ കിട്ടിയല്ലേ പാസ്സായത്. അണ്ണന്റെ അളിയനാണ് രഘുചന്ദ്രബാബു. ആ സമയത്ത് 3-4 ഷാപ്പും കള്ളി ഷാപ്പും ചാരായ ഷാപ്പും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു വേറെ അബ്കാരി കണ്ടറാക്കന്മാരെ കൂടെ നിന്ന് അത്രേ ഉള്ളൂ. അല്ലാതെ അളിയന്റെ ഒത്താശയോടുകൂടി അല്ല ഈ അബ്കാരി ബിസിനസ്സിലോട്ട് ഞാൻ എനിക്ക് പല ബിസിനസ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എത്ര ഷാപ്പ് ഉണ്ടായിരുന്നു? 7 ചാരായ ഷാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുടുംബ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞാനും എന്റെ ഭാര്യയും 2 മക്കളും. മക്കള് എന്ത് ചെയ്യുന്നു? മൂത്തവൻ ഡോക്ടറാണ്. അവന്റെ ഭാര്യ ഡോക്ടറാണ്. അവൻ സ്വന്തമായിട്ട് MRR ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞ് ഇവിടെ ഊരുട്ടമ്പലം ജംഗ്ഷനിൽ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട്. വൈഫ് PRS ഡോക്ടർ. ബാബുരാജ്. രണ്ടാമത്തെ മകൻ അബുദാബിയിൽ ഒരു വലിയ കമ്പനിയിൽ പ്രോജക്ട് എഞ്ചിനീയർ. അത് ശരി. അതെ. പിന്നെ അപ്പൂപ്പനായ പിന്നെ ഒരു കൊച്ചുമോള്. മോളെ പേര് നിള. അപ്പൊ അപ്പൂപ്പൻ വരുമ്പോഴത്തേക്ക് തള്ളേ അപ്പൂപ്പ എന്ന് തന്നെ വിളിക്കുന്നത്. അച്ചച്ചാന്ന് വിളിക്കും. അച്ചമ്മ, വൈഫിന് ജോലി? എന്റെ വൈഫിന് ജോലി ഉണ്ടായിരുന്നു, പിന്നെ പോയില്ല. ടീച്ചറായിരുന്നു. ഇപ്പൊ പുതിയ സിനിമ വല്ലതും എടുക്കാനുള്ള താല്പര്യമുണ്ടോ? സീരിയലിലോട്ട് വരാൻ? സിനിമാ മേഖലയിലാണ് നിൽക്കുന്നത്. ആണ്. സിനിമാ മേഖലയിൽ കൊണ്ട് പല ഡിസ്ട്രിബ്യൂഷൻ തമിഴ് സീരിയലുകളെ കുറിച്ച് എന്താ സീരിയലൊക്കെ ഇപ്പൊ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഏതെങ്കിലും സീരിയൽ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. ഇല്ല, അതിൽ താല്പര്യമില്ല. ഒരുപാട് അപ്രോച്ച് ചെയ്തു. അല്ലാതെ ക്വാളിറ്റി ഉള്ള ഒന്നുമില്ല സീരിയൽ.
ഇപ്പോഴത്തെ പുതിയ സിനിമകളിലെ പാട്ടുകളെ കുറിച്ച് എന്താ പറയുക? അയ്യോ, ആ പഴയ പാട്ടൊക്കെ എന്തൊരു പാട്ട്. നമ്മൾ ഒരു പാട്ട് കേട്ടാൽ ആ പാട്ട് നമ്മളെ മനസ്സിൽ നിൽക്കും. അത് നമ്മൾ തന്നെ ആ പാട്ട് പഠിക്കണമെന്ന് തോന്നും. ഇപ്പോഴത്തെ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ നിൽക്കില്ല. ടക്ക ടക്ക ടക്ക് ടക്ക് ടക്ക ടക്ക ടക്ക് ടക്ക് ടക്ക ടക്ക് ടക്ക്. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച ചോടാ സർബത്ത്, ഇതൊക്കെ അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പോയി. പഴയ പാട്ടെന്ന് പറഞ്ഞാൽ എന്തെല്ലാം സത്യന്റെ കാലഘട്ടത്തില് ഇന്നല്ല ഏതെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജോലി കൊടുക്കണവൻ തൊഴിലാളിയാണ്, പ്രൊഡ്യൂസർ. ജോലി ചെയ്യണവനാണ് മുതലാളി. അതിന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് സിനിമാ മേഖലയിൽ എപ്പോഴും ഈ ആർട്ടിസ്റ്റ്, മറ്റുള്ള ടെക്നീഷ്യൻ ഉൾപ്പെടെ പ്രൊഡ്യൂസർ സബോർഡിനൻസ് ജോലിക്കാരാണ്. ആ ഒരു മനോഭാവം നമുക്ക് വേണം. പക്ഷെ ഈ ആർട്ടിസ്റ്റിന്റെ അവന്റെ പറയാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ശമ്പളം മാറ്റല്ലേ അഭിനയിക്കുന്നത്. സംശയം അഭിനയം മോശമായി കഴിഞ്ഞാൽ അവന്റെ ടാലന്റ് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം പ്രൊഡ്യൂസർമാർ എടുക്കണം. ചങ്കൂറ്റാട്ട് നട്ടല്ലോടെ അവിടുന്ന് എടുക്കണം. അങ്ങനെ ഉള്ളവന്മാരില്ല പ്രൊഡ്യൂസർമാർ. ഞാൻ കണ്ടെടുത്തോളാം. ആവശ്യം പോലെ പണമുണ്ട്. ആർട്ടിസ്റ്റിന്റെ പുറകെ കൈയും കൂട്ടിയൊന്ന് എനിക്ക് ഒന്ന് അവന് അങ്ങനെ ഒന്നും പോയിട്ട് കാര്യമില്ല. സിനിമാ മേഖല രക്ഷപ്പെടില്ല. ഇവിടെ എത്ര പ്രൊഡ്യൂസർമാർ ഇപ്പൊ രക്ഷപ്പെട്ടു പറ? അങ്ങനെ ഒന്നും രക്ഷപ്പെടില്ല. നമ്മൾ ചങ്കൂറ്റാണ്, ഞാനാണ് പൈസ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ഐ. ആ ഒരു മനോഭാവം വേണം. ഞാൻ പടം എടുത്തപ്പോൾ ഒക്കെ അങ്ങനെ അല്ല. ഞാൻ തന്നെ എന്നെ പറ്റിച്ചും കൊണ്ടൊന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ ഈ സിനിമാ മേഖല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോഡ്ജ് എടുക്കുന്നതിൽ, ഫുഡ് കൊടുക്കുന്നതിൽ, ടെക്നീഷ്യൻ വയ്ക്കുന്നതിൽ, അതിനെ ആർട്ടിസ്റ്റിനെ വയ്ക്കുന്നതിൽ കമ്മീഷൻ ഉണ്ട്. ഇതെല്ലാം കമ്മീഷൻ ഉണ്ട്. കോസ്റ്റ്യൂം, പിന്നെ ആർട്ടിൽ ഞാൻ പടം എടുത്തപ്പോൾ ഒരു ലോറി ലോഡ് വിറക്. എന്തിനാണ്? എനിക്കറിയാം. ആർട്ട് തോക്കുണ്ടാക്കാനത് ഒരു തോക്ക് യൂസ് ചെയ്തില്ല. ഒരു ലോഡ്. ഇതാണ് നമ്മളെ വലിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കിട്ടാതെ ഞാനുമായിട്ട് ഉടക്കായത്. ഹർത്താലിന്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അവന്റെ പറയുന്നത്, ആടാ നീ ആർട്ട് എവിടെടാ തോക്ക്, എവിടെടാ തോക്കതിനേക്കാളും തോക്ക് വാങ്ങിച്ചാ പോരെ. പിന്നെ വാടക എടുക്കാന്നേ. ഇതെല്ലാം എന്നെ വലിപ്പിച്ചുകൊണ്ട് അമ്മര് ഒരു ലോഡ് വിറക് തോക്കുണ്ടാക്കാൻ. അറിയാൻ വയ്യാത്തവൻ. ഇതാണ് സിനിമ മേഖല. അതാണ് ഈ കോഴി ഇറച്ചി എന്നും പറഞ്ഞ് ഈ വിറകിൽ വാർണിഷ് അടിച്ചും കൊടുക്കുമല്ലോ അവന്മാര്. സത്യം. അതാണ് സിനിമയ്ക്കകത്ത് എല്ലാം അറിഞ്ഞിരിക്കണം. അറിയാതെ എൻ്റെ റിക്വസ്റ്റാണ്. എൻ്റെ സ്നേഹിത പ്രൊഡ്യൂസർമാരോട് ഞാൻ പറയണം, സിനിമ മേഖല അറിഞ്ഞിരിക്കണം. അറിഞ്ഞു വെച്ചുകൊണ്ട് പോവും, അല്ലെ പോലും. ഒരുപാട് പറ്റിപ്പോ. ഞാൻ ചെറിയ പടങ്ങളൊക്കെ എടുത്തു. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഒരു 4 പടം എടുത്തു. അതിലെ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു പടം എടുത്തു. അതിലെ വില്ലൻ ഞാൻ തന്നെ. അതും പറ്റിപ്പോ. അപ്പൊ അതും എടുത്തു. എന്നിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ മലയാളം ഇപ്പൊ 6 മാസമേ ഉള്ളൂ. എന്നിട്ട് നീ അറിഞ്ഞില്ലേ? മോനും രതീഷിന്റെ മോൻ വേറെ അങ്കമാലി ഏതൊരു ലേഡി. ഇതിലെ ഡയറക്ടർ ആര്? അയ്യോ, വാക്ക തിരുടൻ, കള്ളൻ, കൊള്ളക്കാരൻ, ബ്ലഡി റാസ്കൽ. മറ്റേ പനവൂരുള്ള ഒരുത്തണ്ടല്ലോ, അവന്റെ പേര് പനങ്ങോടാ? ഇല്ലല്ലേ, പനവൂര് അനില്ല. അതിപ്പോ വിളിച്ച് ചോദിച്ചുതരാം. ആ ഡയറക്ടർ അവൻ അഭിനയിക്കുന്നു. അവൻ ഭ്രാന്തനെ പോലെ താടിയും വളർത്തി ഇത്രയും വന്നിട്ട് ഷൂട്ടിങ്ങിന്റെ അന്ന് കാണാം ഒരു കത്തി എടുത്ത് വലിച്ചിറക്കണം താടി. അതെന്തിന്? അഭിനയിക്കാൻ. അപ്പോഴും ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു, ഇവൻ അഭിനയിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചോളൂ, സത്യം. ഞാൻ അഭിനയിക്കാൻ വേണ്ടിയാണ്. നോക്കിക്കോളൂ, ഞാൻ അഭിനയിക്കുന്നു. അടിച്ചു വാരി തൂരെ എറിയണമെന്ന് സത്യം. അവനെ കാലും വാരിയും തൂരെ എറിയണം അഭിനയിക്കും. ഇതാരും അറിയാം. പ്രൊഡ്യൂസർമാരെ പക്ക പറ്റിച്ചു. പുതിയ പ്രൊഡ്യൂസർ ഒന്ന് ബാബു ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് ഇവിടെ ഉള്ള ബാബുവിന്റെ ഭാര്യ, പിന്നെ ഒരു തമിഴ് പ്രൊഡ്യൂസർ പാവം. എവരെ അഭിനയിക്കുക. എന്ത് ചെയ്യാം? അഭിനയിപ്പിച്ച
അഭിനയിച്ച പടമൊക്കെ പാവപ്പെട്ടവരെ അവർക്കൊന്നും അറിഞ്ഞൂടാ. ഞാനും കൂടെ ഉണ്ടായിരുന്നു തന്നെ, ഞാൻ പറഞ്ഞ കേട്ടില്ല, അവർ കേൾക്കണ്ടേ. ഈ ചാവാ നിൽക്കുമ്പോ ഞാനും പണ്ട് കേട്ടിട്ടില്ല, ഞാനും ചാവാ നിൽക്കല്ലേ പറഞ്ഞാലും കേൾക്കില്ല. അഭിനയിച്ചേ പറ്റൂ, അവര് പടം എടുത്തേ പറ്റൂ, ഇതിനകത്ത് വന്നാ പിന്നെ വിട്ടു പോകാൻ പറ്റൂല. അതാണ് സിനിമ മേഖല. ഓ നമ്മള് മറ്റേ ഈ മയക്കുമരുന്ന് അടിക്കും പോലെയാണ്, ഊരി പോരാൻ പറ്റൂല. സിനിമയ്ക്കകത്ത് നമ്മൾ വിഴുന്നാണ് പിന്നെ പോകില്ല, അഡിക്റ്റ് ആയി. ആഡിറ്റ് തന്നെ, അത് കഞ്ചാവ് അടിക്കും പോലെ തന്നെ. കഞ്ചാവ് മറ്റേ MDM വലിക്കും പോലെ, കിടം കഴിക്കും പോലെ തന്നെ. അവൻ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പോകില്ല, ആര് പറഞ്ഞാലും പോകും. പഠിച്ചു, ഓക്കെ, അതുകൊണ്ട് അവൻ നശിപ്പിച്ചു. അപ്പൊ ഇതിനകത്തായി പോയി കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിലൂടെയും ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കൂല അല്ലേ? വലിയ പാടാണ്. ചിലവർക്ക് ഒരു കാര്യം ഉണ്ടെന്ന പൈസ ഒരു വിഷയമല്ല, അവൻ എങ്ങനെയെങ്കിലും അഭിനയിച്ച് കുഴപ്പമില്ല. അറിയാന്നുള്ളവനാണെങ്കിൽ പനവൂര് ഈ എന്നിട്ട് നേരത്തിന് അവനെ സത്യത്തില് അവനെ തള്ളയാണ്. ദൈവമേ എന്തൊരു അഭിനയം പറഞ്ഞു. അവന് ജോലിയുണ്ട് പഞ്ചായത്തിൽ, എന്തോ പഞ്ചായത്തിൽ ജോലിയുണ്ട്. ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു പടം എടുക്കുമ്പോ എന്നെ നായകനാണ്, എന്നാ ഒരു ആഗ്രഹമല്ല എന്നെ നായകനാക്കി നിങ്ങളൊരു പടം ചെയ്യണം. കേട്ടാ, 10 പൈസ ഞാൻ തരില്ല. എന്നെ നായകനാണ്. ഞാനാണെങ്കിൽ അഭിനയിച്ച് കുളമ്പോണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒന്ന് അഭിനയിച്ചാ മതി എന്ന് ഞാൻ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും സിനിമാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ DNA ന്യൂസിന് വേണ്ടി ഇത്രയും നേരം സമയം ചെലവാക്കിയ തള്ളേ ചന്ദ്രകണ്ഠന് എല്ലാവിധ ആശംസകളും. നമസ്കാരം.